ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു ചെമ്മീൻ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ വടയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാമാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. അതിന് നമ്മളൊരു മിക്സർ ജാറെടുത്തിട്ട് അതിൽ ഉള്ളിയും വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ആ ചതച്ചെടുത്തതിലേക്ക് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് 2 സാധനവും അതിൻ്റെ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ തേങ്ങ ഇടണം. ഞാൻ തേങ്ങ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇടാതെയും ഇതുണ്ടാക്കാം. ഞാനൊരു ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കുക. അതും കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മുറുക്കി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, അത് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കണം. ശരിക്കും അരഞ്ഞു പോവരുത്, ഒന്ന് ചതച്ചൊരു പേസ്റ്റ് പോലെ. അത് തന്നെ കണ്ടോ, നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചോറിന് കറിയായിട്ട് കഴിക്കാം. പിന്നെ തനിയെ കഴിക്കേണ്ടവർക്ക് ഇത്തിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിക്കാം. നമ്മളൊരു ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് കൈയൊന്ന് നനച്ചിട്ട് വേണം ഇതൊന്ന് ഉരുട്ടി എടുത്തൊന്ന് പരത്തിയിടാൻ. കണ്ടോ, ഞാനൊരു വടയുടെ ഷേപ്പിലാണ് ഇടുന്നത്. പിന്നെ അത് ഷേപ്പ് മാറ്റേണ്ടവർക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലിടണമെങ്കിൽ ഇടാം. ഞാനൊന്ന് പരത്തി വടയുടെ രൂപത്തിലാണ് ഇട്ടേക്കുന്നത്. ആ തിളച്ച എണ്ണയിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലെ ഉള്ളിയൊക്കെ ചേർന്നേക്കുന്നത് കാരണം തീ കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഉള്ളി വേവാണ്ട് കരിഞ്ഞു പോവും. അതാണ് തീ കുറച്ച് വെക്കണം. കണ്ടോ, അപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് തിരിച്ച് ഓരോന്നോരോന്നായിട്ട് മറിച്ച് വെച്ച് കൊടുക്കാം. ഉണ്ടോ, ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്കതെല്ലാം ഒന്നിച്ച് മീൻ വറുക്കുന്ന പോലെ വെച്ച് വറുത്തെടുത്താലും മതി. ഉണ്ടോ, ഞാനിപ്പോൾ ഈ ചെറിയ ചട്ടിയിലാണ് വറുക്കുന്നത്. അത് മൊരിഞ്ഞ്, അപ്പം നമ്മളിത് ഒന്നും കൂടി മൊരിയാൻ വേണ്ടി കാത്തു നിൽക്കണം. അപ്പോൾ വീണ്ടും തിരിച്ചിട്ടപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാം ശരി നന്നായിട്ട് വരും. ഇതിലധികം എണ്ണയൊന്നും കുടിക്കില്ല, എണ്ണയൊക്കെ വലിഞ്ഞു പൊക്കോളും. നമ്മൾ സാധാരണ ചെമ്മീൻ വറുക്കുമ്പോൾ എണ്ണയൊക്കെ പിടിച്ചിരിക്കില്ല, ഇതങ്ങനെ ഇരിക്കില്ല. ഉണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടെ അങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഉണ്ടോ, ഇനി അത് നമുക്ക് ഒരു എണ്ണം എടുത്തിട്ട് ഇത് ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ, ഒന്ന് പൊട്ടിച്ച് നോക്കാം.